നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് FC ഡല്ലസിനെതിരെ ഇന്റർ മയാമി പ്രീ സീസണിലെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ടു. ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഒരുമിച്ച് മുന്നേറ്റം നയിച്ച മത്സരമാണ്. എന്നിട്ടും പക്ഷേ മയാമിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. കളിയുടെ തുടക്കത്തിൽ തന്നെ ഡല്ലസിന്റെ താരം നേടിയ ഗോളാണ് ഇന്റർ മയാമിക്ക് തിരിച്ചടിയായത്. മെസ്സിയുടെ പ്രകടനം എങ്ങനെയായിരുന്നു? ആരാധകർ സ്വാഭാവികമായിട്ടും അത് ഉറ്റുനോക്കുന്നുണ്ട്. മെസ്സി ഇന്ന് ഒരു കിടിലൻ ഗോൾ ശ്രമം നടത്തി. അതെ, ഒരു ഒളിമ്പിക് ഗോളിനുള്ള ശ്രമം. കോർണറിൽ നിന്ന് നേരെ വലയിലേക്ക് അദ്ദേഹം അടിച്ചിടാൻ വേണ്ടി ശ്രമിച്ചു. മനോഹരമായ ഒരു നീക്കമായിരുന്നു അത്. അതിസുന്ദരമായിട്ട് കെർവ് ചെയ്ത് പന്ത് FC ഡല്ലസിന്റെ വലയിലേക്ക് കയറി എന്ന് തോന്നിയതാണ്. പക്ഷേ അവരുടെ ഗോൾ കീപ്പർ മാർട്ടിൻ പയസ് അത് തടയുകയായിരുന്നു. ഏതായാലും മാർട്ടിൻ പയസ് ഇന്ന് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഡച്ചുകാരൻ മെസ്സിയുടെ മറ്റൊരു ശ്രമം 7ാമത്തെ മിനിറ്റിലാണ് ഈ ഒരു ഒളിമ്പിക് ഗോളിനുള്ള ശ്രമം വന്നത്. മെസ്സി ഇന്ന് വരെ അദ്ദേഹത്തിന്റെ കരിയറിൽ അത്തരത്തിലുള്ളൊരു ഗോൾ നേടിയിട്ടില്ല. അതുകൊണ്ട് അത് ഗോളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകയായിരുന്നേനെ. പിന്നെ 12ാമത്തെ മിനിറ്റിൽ മറ്റൊരു ശ്രമം. മെസ്സിയുടെ ബുസ്കറ്റ്സിൽ നിന്ന് ലഭിച്ച പന്ത് അദ്ദേഹം മനോഹരമായിട്ട് വലയിലേക്ക് അടിച്ചു കയറ്റാൻ ശ്രമിച്ചു. പക്ഷേ ഡൈവ് ചെയ്ത് വീണ് ആ പന്ത് കോർണറിലേക്ക് തട്ടിയിടുകയാണ് മാർട്ടിൻ പയസ് ചെയ്തത്. ഇന്ന് നല്ല ഫോമിൽ തന്നെയാണ് മാർട്ടിൻ പയസ് കളിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ഇന്റർ മയാമിക്ക് കളി വിജയിക്കാൻ കഴിയാതെ പോയത്, തിരിച്ചടിക്കാൻ കഴിയാതെ പോയത്. ആദ്യ ഗോൾ വീണതിന് ശേഷം ഇന്റർ മയാമി നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ലിയോ മെസ്സി മനോഹരമായിട്ടുള്ള ചില പാസുകളൊക്കെ കൊടുത്ത് ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പന്ത് വലയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഇന്റർ മയാമി പരാജയപ്പെടുകയായിരുന്നു. ഏതായാലും കളി തോറ്റു എന്ന് പറയുമ്പോഴും മെസ്സി ആരാധകർക്ക് സന്തോഷിക്കാമെന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന് sofascore.com ഇന്നത്തെ പ്രകടനത്തിൽ നൽകിയ റേറ്റിംഗ് 7.1 മോശമല്ലാത്ത പ്രകടനം മെസ്സി നടത്തിയിട്ടുണ്ട്. ഇപ്പം നവംബറിന് ശേഷം ഇപ്പോഴാണല്ലോ കളിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പ്രീ സീസൺ ആണ്, ആ അർത്ഥത്തിൽ എടുക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ മെസ്സി ആരാധകർക്ക് നിരാശയ്ക്ക് വകയില്ല. ഇനി നേരെ ഏഷ്യയിലേക്ക് പറക്കുകയാണല്ലോ. ഇവിടെയാണ് ഇനി കളി. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.